ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ഉള്ളി ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കിലോ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണ് ആണ് വേണ്ടത്. പിന്നെ മസാല ഉണ്ടാക്കുന്നതിന് ഒരു 4 ഏലക്കായ്, 5-8 ഗ്രാമ്പൂ, 2-3 കഷ്ണം പട്ട തുടങ്ങിയ സാധനങ്ങളാണ് നമുക്കതിലേക്ക് വേണ്ടത്. പിന്നെ ബിരിയാണീൻ്റെ മസാല, ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റു നെയ്യുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ നമ്മുടെ നാട്ടിലെ RKGക്ക് തുല്യമായിട്ടുള്ള ഒരു ഓയിലാണ്, ഒരു നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3 കിലോ അരി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബസ്മതി അരിയാണ് കഴുകി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾക്കൊരു 2-3 ടേബിൾ സ്പൂണ് തൈര് കൂടി വേണം. പിന്നെ ഞാൻ സാഫ്രോണ് റോസ് വാട്ടറിലിട്ട് വെച്ചിട്ടുണ്ട് 2 കളറിൽ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, സാഫ്രോണ് വെച്ച് കുങ്കുമം ഞാൻ റോസ് വാട്ടറിലിട്ട് വെച്ചാണ്, മഞ്ഞ കളറും പിന്നെ ചുവപ്പ് കളറും. പിന്നെ ഇതിലേക്ക് ബിരിയാണിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം, അണ്ടി, മുന്തിരി തുടങ്ങിയ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല സാധനങ്ങൾ, ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട, അതേപോലെ ജാതിപത്രി തുടങ്ങിയ സാധനങ്ങളൊക്കെ, പിന്നെ പെരിഞ്ജീരകം, അതെല്ലാം ഒന്നിലും മൂത്ത് വന്ന ഉടനെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉള്ളിയാണ്. ഓണിയൻ വളരെ സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഓണിയൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വതക്കിയെടുക്കണം. ചോറിനുള്ള വെള്ളം നമുക്കിവിടെ തിളച്ച് വരുന്നുണ്ട്. ചോറിലേക്ക് ഇടാനുള്ളത് തേസ്പത്തുണ്ട്, ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട തുടങ്ങിയ സാധനങ്ങൾ, ഒരു 4 മണി കുരുമുളക് എന്നീ സാധനങ്ങളാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിലിട്ടതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ അരി വേവുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കവിടെ മസാലയും റെഡിയാവും. ഒരു 4 ടേബിൾ സ്പൂണ് ഉപ്പ്, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നമ്മളതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നമുക്ക് വീണ്ടും മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഓണിയൻ ഇവിടെ കുറേയൊക്കെ ലെവലായിട്ട് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് വീണ്ടും വതക്കിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ പച്ചമണങ്ങളൊക്കെ മാറുന്നവരെ ഒന്ന് വതക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3/4 കിലോ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കി നമ്മളതൊന്ന് വതക്കിയെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി വരുന്നതാണ് തക്കാളി. തക്കാളി ഇട്ടൊന്ന് ഇളക്കി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, അതായത് ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബിരിയാണിയുടെ മസാല, അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും സാധനങ്ങൾ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിച്ചപ്പും പുതിനയാണ്. മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാനാദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാനതൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബോയിലിംഗ്. കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ചെമ്മീനിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലാണ്. മട്ടനേക്കാളും കൂടുതലാണ് ഇതിൽ അളവ്, കൊളസ്ട്രോളിൻ്റെ അളവ്. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഉള്ള മറ്റ് സാധനങ്ങളാണ് ക്യാരറ്റ്, ഉള്ളി പൊരിച്ചത്, അണ്ടി, മുന്തിരി, പിന്നെ ഒരല്പം നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അണ്ടി, മുന്തിരി പൊരിച്ചത്, മല്ലിച്ചപ്പ്, പുതിന എല്ലാം. ഇപ്പോൾ നമ്മൾ ഊറ്റി വെച്ച ചോറിൻ്റെ പകുതി എടുത്ത് പാനിനകത്തേക്ക് നിരത്തി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ
നമ്മൾ ചെമ്മീൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അണ്ടി, മുന്തിരി, ഉള്ളി പൊരിച്ചത് തുടങ്ങിയ സാധനങ്ങൾ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ല രീതിയിലൊന്ന് പരത്തി വെക്കുക. അതിന് മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ചുവന്ന സാഫ്രോൺ റോസ് വാട്ടറിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മഞ്ഞ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് ആഡ് ചെയ്യണം. 6 kg അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഞാൻ മറ്റൊരു ഇതാണ് കമ്പനീൻ്റെ സാധനമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത് 6 kg ആണ്. പിന്നെ നമ്മളതിൻ്റെ മുകളിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് ദമ്മാക്കി വെക്കുക. ഒരു 20-25 മിനിറ്റ് നേരം നമ്മളിത് ദമ്മാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഒരു വലിയൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്കത് 3 പാത്രത്തിലേക്ക് സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 3 പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യുന്നത് വെച്ചാൽ 3 വീടുകളിലേക്കുള്ള ബിരിയാണിയാണിത്, 3 സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് 3 പാത്രത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ബൈ.